നമസ്തേ മാന്യമിത്രങ്ങളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങളിൽ ചില മിത്രങ്ങൾ ആവശ്യപ്പെട്ട വിഷയം തന്നെയാണ്. കഴിഞ്ഞ കുറേ ദിനങ്ങളായി കുറേയേറെ മിത്രങ്ങൾ ആവശ്യപ്പെടുന്നു തങ്ങൾ അനുഭവിക്കുന്ന ആ സങ്കടത്തിന് ഏതെങ്കിലും രീതിയിലുള്ള പരിഹാരമുണ്ടോ എന്ന്. എന്താണ് അവരെ അലട്ടുന്ന വിഷയം എന്ന് പറയുമ്പോഴാണ് ബാക്കിയുള്ള മിത്രങ്ങൾക്ക് കൂടി അതിൻ്റെ പ്രയോജനം കരഗതമാകുന്നത്. തൊഴിൽ മേഖലകളിലുള്ള കഷ്ടങ്ങളും നഷ്ടങ്ങളും, അർഹിക്കുന്ന അംഗീകാരത്തിൻ്റെ അപജയം, തൻ്റെ എഫർട്ടിനെ പരിപൂർണമായി പ്രയോജനപ്പെടുത്തിയിട്ടും അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാതെ പോകുന്നു. വളരെയേറെ ബുദ്ധിമുട്ടിയിട്ടും വളരെയേറെ പരിശ്രമിച്ചിട്ടും പെടാപ്പാടുപെട്ടിട്ടും അവഗണന മാത്രം നേരിടേണ്ടി വരുന്നു. തങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞവർ വളരെ വേഗത്തിൽ തങ്ങളുടെ മുകളിലേക്ക് എത്തുന്നു. ഒരിക്കലും ചിന്തിക്കാത്ത തലത്തിലേക്ക് അവർ കുതിച്ചുയരുന്നു. തങ്ങളുടെ മുകളിലുള്ളവരുടെ അവഗണന മൂലമോ അല്ലെങ്കിൽ സഹപ്രവർത്തകർ ഒരുക്കുന്ന ചതിക്കുഴിയിൽപ്പെട്ടോ സർവ മോഹങ്ങളെയും ത്യജിക്കേണ്ടതായ തലത്തിലേക്ക് എത്തുന്നു. അമിതമായ ടെൻഷൻ അനുഭവിക്കേണ്ടി വരുന്നു, വർക്ക് ലോഡ് അനുഭവിക്കേണ്ടി വരുന്നു. എന്നിട്ടും അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാതെ വരുന്നു. ചിലർ ഈ മനസംഘർഷം താങ്ങാൻ കഴിയാതെ തൊഴിൽ ഉപേക്ഷിച്ചു പോകുന്നു. മറ്റു ചിലർ ഈ തൊഴിൽ ഉപേക്ഷിച്ച് ഇതര മേഖലകളിലേക്ക് രക്ഷ നേടുവാനായി എത്തുന്നു. ചിലർ ഏത് മേഖലകളിലെത്തിയാലും സ്വയം ടെൻഷൻ അനുഭവിച്ചുകൊണ്ട് എരിഞ്ഞടങ്ങുവാൻ തീരുമാനിക്കുന്നു. എന്താണ് ഇതിനുള്ള പരിഹാരം? ആ പരിഹാരമാണ് ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അർഹിക്കുന്ന അംഗീകാരം കരഗതമാക്കുവാൻ, നേടിയെടുക്കേണ്ടത് ധാർമ്മികമായി തന്നെ നേടിയെടുക്കുവാൻ, മറ്റുള്ളവരുടെ ചതിക്കുഴിയിൽ വിട്ട് പരിഭ്രമിച്ച് പതറി സർവവും നശിച്ചു പോകാതിരിക്കുവാൻ, ഉന്നതമായ തലത്തിലേക്ക് മനസ്സിനെ ബലപ്പെടുത്തുവാൻ ഏറ്റവും കൂടുതൽ സഹായകരമായ ദിവ്യമായ ഒരു മന്ത്രത്തെയാണ്, സാധനാ പ്രക്രിയയാണ് പ്രിയ മിത്രങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത എന്നാണ് ത്രിമൂർത്തികൾ പോലും സർവേശ്വരിയായ ജഗദംബയെ സ്തുതിച്ചത്. സമസ്ത ജീവജാലങ്ങളും ചലിക്കുന്നുവെങ്കിൽ, പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിൻ്റെ മൂലകാരണം അവയിൽ ഓരോന്നിലും അന്തര്യാമിയായി വർദ്ധിക്കുന്ന ആ ശക്തിസ്വരൂപിണിയായ ചൈതന്യസ്വരൂപിണിയാണ്. അതുകൊണ്ട് തന്നെ ആ ചൈതന്യസ്വരൂപിണി നമ്മുടെ ശരീരത്തിൽ അന്തര്യാമിയായി വർദ്ധിക്കുമ്പോൾ അമ്മയിൽ പരിപൂർണമായ വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിച്ചാൽ തീർച്ചയായും ലക്ഷ്യത്തെ കരഗതമാക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പരിചയപ്പെടുന്ന മന്ത്രങ്ങൾ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമാക്കൂ. പുലർകാലത്തോ അല്ലെങ്കിൽ തൊഴിൽ മേഖലകളിലേക്ക് പോകുന്ന യാത്രാവേളയിലോ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് അപ്പോൾ കഴിയുന്നത്ര പ്രാവശ്യം ആ മന്ത്രം ജപിക്കൂ. യാതൊരു സംശയം വേണ്ട. ഭക്തിയോടുകൂടിയും പരിപൂർണ വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ ജപിക്കുന്നതെങ്കിൽ മനോബലം നേടുക തന്നെ ചെയ്യും. ആ മനോബലം നേടിയാൽ, മാനസികമായ ശക്തി ആർജിച്ചാൽ നിങ്ങളെ പിന്നെ ആർക്കും ചതിക്കുവാനോ വഞ്ചിക്കുവാനോ കഴിയുകയില്ല. ആരെങ്കിലും അത്തരത്തിലുള്ള ഉദ്യമത്തിന് മുതിർന്നാൽ ആ ഉദ്യമങ്ങളെയെല്ലാം കാലുകൂട്ടി കാണുവാനും അതിനെ മറികടക്കുവാനുമുള്ള ശക്തി സർവേശ്വരി നിങ്ങളുടെ ബുദ്ധിയിലൂടെ ദ്യോതിപ്പിച്ചു തന്നെ നൽകും. അതുകൊണ്ട് ആ ദിവ്യമായ ദേവീ പ്രീതി മന്ത്രം നമ്മൾക്കൊന്ന് പരിചയപ്പെടാം. ഓം ഹ്രീം ജയദുർഗായൈ വിശ്വദുർഗായൈ ഹ്രീം നിത്യായൈ ദുർഗാരൂപിണ്യൈ ഹ്രീം നമഃ. ഓം ഹ്രീം ജയദുർഗായൈ വിശ്വദുർഗായൈ ഹ്രീം നിത്യായൈ ദുർഗാരൂപിണ്യൈ ഹ്രീം നമഃ. ഈ മന്ത്രം 2-3 മിനിറ്റ് വേണ്ടി, 2 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ് മതി ഒരു പ്രാവശ്യം ജപിക്കുവാൻ. അതുകൊണ്ട് 108 പ്രാവശ്യം തുടക്കത്തിൽ ജപിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പരിപൂർണമായ ഹൃദയശുദ്ധിയോടുകൂടി ഹൃദയത്തിൻ്റെ ബലമാണ് നമ്മൾ ആർജിക്കേണ്ടത്. നമ്മൾ അനുഭവിക്കുന്ന സർവ്വവിധമായ സങ്കടങ്ങളുടെയും കാരണം നമ്മുടെ ക്ഷുദ്രമായ ഹൃദയത്തിൻ്റെ തലമാണ്. അനാവശ്യമായ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് മനസ്സിനെ കൂടുതൽ നമ്മൾ സ്ട്രെസ് ചെയ്യിക്കുന്നു, അമിതമായ ലോഡ് കൊടുക്കുന്നു. അതല്ല ബുദ്ധിമാന്മാർക്കും ബുദ്ധിമതികൾക്കും ഉണ്ടാകേണ്ടത്. മനസ്സിനെ ധൈര്യപ്പെടുത്തണം. എന്തിനെ ഞാൻ മറികടക്കും? എൻ്റെ മനസ്സ് ധൈര്യമുള്ളതായെങ്കിൽ മാത്രമേ എനിക്കെന്തും നേടാൻ കഴിയുകയുള്ളൂ. ഞാൻ ഉയരണമെങ്കിൽ എൻ്റെ മനസ്സിനെ ഞാൻ ഉയർത്തണം. അതുകൊണ്ട് ഈ മന്ത്രങ്ങളുടെ എല്ലാ ലക്ഷ്യം അതാണ്. മനനാൽ ത്രായതേ ഇതി മന്ത്രഃ, മനസ്സിനെ ഉയർത്തുകയാണ്. നേടാൻ പരിശ്രമിക്കുന്നത് മാനസികമായ ഊർജമാണ്, മാനസികമായ ശക്തിയാണ്.
അത് സർവേശ്വരിയുടെ നാമജപത്തിലൂടെ ആർജിക്കാൻ കഴിയും. ആ ദൃഢവിശ്വാസം ആർജിച്ചാൽ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്ന പ്രശ്നത്തിനുള്ള പരിഹാരം ലഭിക്കും. എന്താണ് ഭഗവത്ഗീതയിൽ പറഞ്ഞത്? ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്വത്തോ ഉത്തിഷ്ഠ പരന്തവ. നീ പരാജയപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ കാരണം നിന്റെ ഹൃദയ ദൗർബല്യമാണ്, മാനസികമായ പക്വതയില്ലായ്മയാണ്, ബലമില്ലായ്മയാണ്. അതുകൊണ്ട് അർജുന എന്ന് അർജുനോട് പറഞ്ഞുവെങ്കിൽ അർജുനൻ നിമിത്തീകൃത്യ ഭഗവാൻ വാസുദേവ ഉവാച. അർജുനനെ മാതൃകയാക്കി മാനവരാശിക്ക് മൊത്തത്തിൽ ഭഗവാൻ കൊടുക്കുന്ന ഉപദേശമാണ്. ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായത്തിൽ അർജുനോട് ഭഗവാൻ പറയുന്ന ഏറ്റവും ഉജ്ജ്വലകരമായ ഉപദേശമാണ് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്വത്തോ ഉത്തിഷ്ഠ പരന്തവ. നിന്റെ പരാജയത്തിന് കാരണം മറ്റാരുമല്ല. അങ്ങനെയാണ് നീ ധരിക്കുന്നതെങ്കിൽ അത് നിന്റെ അറിവിന്റെ കുറവാണ്. നീ പരാജയപ്പെടുന്നുവെങ്കിൽ അതിൻ്റെ മൂലകാരണം നീ തന്നെയാണ്. നിന്റെ ഹൃദയത്തിൻ്റെ ബുദ്ധിശൂന്യതയാണ്, പക്വതയില്ലായ്മയാണ്. നീ വിചാരിച്ചാൽ അതിനെ നിനക്ക് നേടിയെടുക്കാൻ കഴിയും. നിനക്ക് നേടാൻ കഴിയുന്നത് മാത്രമാണത്. നീ വിചാരിച്ചെങ്കിൽ മാത്രമേ നിനക്കത് നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അർജുന എന്ന് അർജുനെ വിളിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയുമാണ് എന്ന ബോധത്തോടുകൂടി നമ്മിലെ ആർജവം, അതാണ് അർജുനൻ. ആർജവമുള്ളവനാരോ അവൻ അർജുനൻ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അർജുനന്മാരാണ്. ആ അർജുന രൂപികളായ നമ്മളെ ഉയർത്താനാണ് ഭഗവാനും ഭഗവതിയും ശ്രമിക്കുന്നത് എന്ന ചിന്തയോടുകൂടി, വിശ്വാസത്തോടുകൂടി ജപിക്കൂ, ധൈര്യത്തോടുകൂടി കർമ്മപഥത്തിൽ പ്രവർത്തിക്കൂ. വിജയം നിങ്ങളെ കാത്തു നിൽക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. കാരണം നിങ്ങളെ നയിക്കുന്നത് പാർത്ഥസാരഥിയും ഭക്തവത്സലയുമായ തമ്പുരാട്ടിയാണ്. പിന്നെ നമ്മളെന്തിനു ഭയപ്പെടണം? അഷ്ടൈശ്വര്യങ്ങളെയും പ്രിയമിത്രങ്ങൾക്ക് കരഗതമാകട്ടെ. കർമ്മമേഖലകളിൽ നിങ്ങൾ മറ്റുള്ളവർ ഒതുക്കുന്ന ചതിക്കുഴികളിൽ നിന്ന് വിദഗ്ധമായി കരകയറട്ടെ. മറ്റുള്ളവർ ഒരുക്കുന്ന ചതിക്കുഴികളെയും അവഗണനകളെയും വിദഗ്ധമായി മറികടക്കുവാനും ഉജ്ജ്വലകരമായ രീതിയിൽ കർമ്മപഥത്തിൽ തിളങ്ങുവാനും ധ്രുവനക്ഷത്രം കണക്കെ ശോഭിക്കുവാനും പ്രിയമിത്രങ്ങളെ സർവേശ്വരിയും സർവേശ്വരനും അനുഗ്രഹിക്കട്ടെ എന്ന് ഭക്തിയാദരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് അമൃതം ഗോപാലകൃഷ്ണൻ എന്ന എളിയവന്റെ പ്രണാമം. മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ ഏവർക്കും നമസ്കാരം. എല്ലാ ദുർഗങ്ങളും തടസ്സങ്ങളും സർവേശ്വരിയായ ദുർഗ നീക്കും. ധൈര്യമായിരിക്കും. തടസ്സങ്ങളെ നീക്കുന്നവളാരോ അവൾ ദുർഗ. ആ പരമമായ അംബികയെ മുറുകെ പിടിക്കൂ. വിജയം ഉറപ്പാണ്. ഹരി.